ഇല്ല. കാര്യം എന്താ, വേണ്ടതൊക്കെ എവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇന്ന് ഈ ഹാളിലേക്ക് കയറി ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ഡൗട്ട് ഉണ്ടായേക്കാം. പക്ഷെ നമ്മളോട് സംസാരിച്ചപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? സുജി സാർ സെഷൻ തുടങ്ങിയ വേർഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 5 കോടിയുടെ കാറാണെങ്കിൽ പോലും ഒരു ചാറ്റൽ മഴ വന്നാൽ നമുക്ക് ആ വേഗത കുറച്ചേ ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്തുപയോഗിക്കണം? വൈപ്പർ ഉപയോഗിക്കണം. പക്ഷെ ഇത് ഏത് കൃത്യസമയത്ത് ആ വൈപ്പറിന്റെ സ്വിച്ച് നമുക്ക് അറിയില്ലെങ്കിലോ, വൈപ്പർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ പ്രശ്നമല്ലേ? എന്നാൽ നമ്മളെ മുമ്പിൽ ആ വൈപ്പർ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനും മാത്രമേ ഇതിലുള്ളൂ. ശരിയല്ലേ? നിങ്ങളും മാത്രമാണ്, ഞാനും മാത്രമാണ്. ഇനി നമ്മളെ മുമ്പിലുള്ളത് എന്താണ്? നേടാനുള്ള കാര്യങ്ങളാണ്, നേടിയെടുക്കലിൻ്റെ വർഷങ്ങളാണ്. സോ 2025 നമ്മളുടെ സിഗ്നേച്ചർ 12th പ്രോഗ്രാം സെപ്റ്റംബർ 13 നടക്കും. എൻ്റെ എവറസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ എവറസ്റ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. സോ അത് നടത്താൻ നിങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഞാനതിൽ പ്രതീക്ഷിക്കുന്നു. അത് എങ്ങനെ നടത്തണം എന്നുള്ളത് ഈ ഓർഗനൈസേഷൻ അറിയാലോ. ഓരോ ആളുകളുടെയും നേട്ടങ്ങൾക്ക് പിറകിൽ ഈ ടീമുണ്ട്, ഈ സിസ്റ്റം ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ 2026 എൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ഒക്കെ അതിഗംഭീരമായിട്ട് മിന്നിക്കണം. അത് മിന്നിക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ലൈഫ് മാറണമെങ്കിൽ എൻ്റെ ചിന്ത മാറണം, ഞാൻ മാറണം. ഞാൻ അതിന് മാറാൻ റെഡി അല്ലാത്ത പക്ഷം സുജിത് ഖാൻ സാർ എവറിഡേ 1 മണിക്കൂർ ട്യൂഷൻ എടുത്താൽ പോലും എൻ്റെ ലൈഫിൽ മാറ്റം വരുമോ? ഇല്ല. എന്നാൽ ഞാൻ മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതോ കാലത്തെ ഒരൊറ്റ സ്പീച്ച് മതിയാവും എൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. ശരിയല്ലേ? അപ്പോൾ അതിന് നിങ്ങളൊക്കെ റെഡി ആവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കോമ്പൻസേഷൻ പ്ലാനും കൂടി നമ്മളൊന്ന് വെച്ച് പരിശോധിച്ചാൽ എത്ര ഫോറിൻ ട്രിപ്പുകളാണ് ഉള്ളത്? റൂബിക്ക് തായ്ലൻഡ് 15 മാസം കൊണ്ട് റൂബി ആയാലാണോ തായ്ലൻഡ്? അല്ല. എപ്പോൾ റൂബി ആയാലും എൻ്റെ ഫാമിലിക്ക് പറക്കാം തായ്ലൻഡിലേക്ക്. പേള് മലേഷ്യ 1.5 വർഷം കൊണ്ടായാലാണോ? അല്ല. എമറാൾഡ് ഉസ്ബെക്കിസ്ഥാൻ, സഫയർ ദുബായ്, ഡയമണ്ട് സിംഗപ്പൂർ, ബ്ലൂ ഡയമണ്ട് ചൈന, പർപ്പിൾ ഡയമണ്ട് സൗത്ത് ആഫ്രിക്ക, ബ്ലാക്ക് ഡയമണ്ട് യൂറോപ്പ്, റോയൽ ബ്ലാക്ക് ഡയമണ്ട്. അതൊക്കെ പോട്ടെ, ഡയമണ്ട് ആവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുടുംബസമേതം 9 ട്രിപ്പില്ലേ? ശരിയല്ലേ? 9 രാജ്യങ്ങൾ നമുക്ക് സന്ദർശിക്കാം. നമ്മളുടെ ഈ പുരുഷായുസിൽ 9 വിദേശ രാജ്യങ്ങൾ ഫാമിലിയുടെ കൂടെ സന്ദർശിച്ചാൽ പോലും നമ്മളുടെ കുടുംബത്തിൽ ഒരു മുകേഷ് അംബാനിയായിട്ട് നമ്മൾ മാറൂലേ? അതിന് നമ്മളൊന്ന് ഡയമണ്ട് അടിച്ചാൽ പോരെ? ഇവിടെ 4 മണിക്കൂർ നേരത്തെ പറഞ്ഞതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ടോ ഇനി ഡയമണ്ട് അടിക്കാൻ? ഇല്ലാലോ. ഞാനും തമ്മിലൊന്ന് സംസാരിക്കണം, ഞാനൊന്ന് പണിയെടുക്കാൻ ഇറങ്ങണം. ഇത്രയല്ലേ കാര്യമുള്ളൂ. അതായത് നമ്മൾ ഒരു മാറ്റം വരികയാണല്ലോ. ഇപ്പം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് ചൈനീസ് ബാംബു ട്രീ. എങ്ങനെയാണ്? നമ്മൾ വിതച്ചാൽ അടുത്ത ദിവസം മുള പൊട്ടൂ? ഇല്ല. 4 വർഷം അവിടെ ഒന്നും ഉണ്ടാവില്ല, ശൂന്യമായിരിക്കും. കാണുന്നവരൊക്കെ പറയും അതിനി മുളയ്ക്കാൻ പോകുന്നില്ല. പക്ഷെ 5-ാമത്തെ വർഷം അത്ഭുതം നടക്കില്ലേ? 5-ാമത്തെ വർഷം അത് മുള പൊട്ടും. ശരിയാണോ അല്ലയോ? അത് മുള പൊട്ടിക്കഴിഞ്ഞാൽ 6 ആഴ്ച കൊണ്ട് 90 അടി ഉയരത്തിലേക്ക് വളരും. അത്ഭുതമെന്ന് ആളുകളൊക്കെ പറയുമില്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ കിങ് സർക്കിൾസും ഇങ്ങനെയാണ്. 2 വർഷം 3 വർഷം 4 വർഷം ആയില്ലേ നമ്മൾ വേരുറപ്പിച്ചതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ പോലും എന്ത് ചെയ്യണം? അടുത്ത 6 ആഴ്ചക്കാലം കൊണ്ട് ഒന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചുകൂടെ ഈ മലേഷ്യ സീസൺ ഒന്ന് ഉപയോഗിച്ചാൽ അതേ ചൈനീസ് ബാംബു ട്രീ പോലെ നമ്മുടെ കഥ മാറില്ലേ? എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് 2015 മലേഷ്യ കോൺടെസ്റ്റാണ്. ഞാനത് ആരംഭിക്കുമ്പോൾ റൂബി എക്സിക്യൂട്ടീവാണ്. മണികണ്ഠൻ സാർ ഇവിടെ പറഞ്ഞു 10,000 റുപ്പീസ് സുജിത് സാർ പറഞ്ഞത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഫസ്റ്റ് വീക്കിൻ്റെ 10,000 റുപ്പീസ് ഓഫർ ആണ് എന്നെ പ്രേരിപ്പിച്ചത് ആദ്യത്തെ ആഴ്ച അത് ഹിറ്റ് ചെയ്യാൻ. ആദ്യത്തെ ആഴ്ച ഞാനത് ഹിറ്റ് ചെയ്തതാണ് 5 ആഴ്ച കൊണ്ട് 39 അച്ചീവേഴ്സ് അന്ന് എൻ്റെ ചെറിയ ടീമൊന്നും ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത്. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു ടേക്ക് ഓഫ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മലേഷ്യ കോൺടെസ്റ്റ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് റഷ്യയാണ്, അത് 69, അവിടുന്ന് തായ്ലൻഡ് 89, അങ്ങനെ കയറി. പക്ഷെ അത് മോട്ടീവ് എവിടെ നിന്ന് വന്നതെന്നറിയോ? ഫസ്റ്റ് വീക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് 10,000 രൂപ ക്യാഷ് തരാം. അതൊക്കെ ഗംഭീരമായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ടാർഗറ്റ് ചെയ്ത് വിവയിൽ വന്നതിന് ശേഷം ഹിറ്റ് അടിച്ച ആദ്യത്തെ കാര്യമായിരുന്നു. അവിടെ നിങ്ങോട്ട് എല്ലാ കോൺടെസ്റ്റും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു. കാരണം ഈ കമ്പനിയിൽ നിന്ന് സീനിയർ മാനേജർ ഞങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ടാർഗറ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ?